നിശ്ചയമായും അതൊരു ജനപ്രിയ പ്രഖ്യാപനമാണ് എന്ന കാര്യത്തിൽ യാതൊരു സംശയവുമില്ല. കാരണം വെച്ചാൽ നമ്മൾ 2024 ഇടക്കാല ബജറ്റ്, അതായത് തെരഞ്ഞെടുപ്പിന് തൊട്ടുമുമ്പ് അവതരിപ്പിച്ച ഇടക്കാല ബജറ്റിൽ തന്നെ ഇത്തരത്തിലൊരു ടാക്സ് റിബേറ്റിൽ വലിയ ഇളവ് പ്രഖ്യാപിക്കുമെന്നാണ് പ്രതീക്ഷിക്കുന്നത്. കാരണം എന്ന് വെച്ചാൽ തെരഞ്ഞെടുപ്പിലേക്ക് സർക്കാർ പോകുന്നു. ആ സമയത്ത് മധ്യവർഗത്തിലുള്ള ആളുകളുടെ വോട്ട് ബാങ്ക് വളരെ പ്രധാനമാണ്. അതുകൊണ്ട് 2024 തന്നെ നമ്മൾ ഈ പ്രഖ്യാപനം പ്രതീക്ഷിക്കുന്നു. പക്ഷേ അന്ന് ആ പ്രഖ്യാപനം ഉണ്ടാകാതിരുന്നൊരു കാരണം എന്താണെന്ന് വെച്ചാൽ ഇപ്പോൾ അയോധ്യയിൽ രാമക്ഷേത്രം അടക്കമുള്ള നിർമ്മാണം, അതിൻ്റെ ഉദ്ഘാടനം, യൂണിഫോം സിവിൽ കോഡ് പോലെയുള്ള കാര്യങ്ങൾ മുന്നോട്ട് കൊണ്ടുവരുന്നു. അങ്ങനെയൊക്കെ രാജ്യത്ത് അനുകൂലമായ ഒരു രാഷ്ട്രീയ തരംഗം തങ്ങൾക്ക് വേണ്ടി നിൽക്കുന്നു എന്ന് കരുതിയ മോദി സർക്കാർ അന്ന് ആ പ്രഖ്യാപനം നടത്തിയിരുന്നില്ല. പക്ഷേ ഇപ്പോൾ ഞാൻ മനസ്സിലാക്കുന്നത് RSS വളരെ ശക്തമായിട്ട് ഒരു സർവേ രാജ്യത്ത് നടത്തിയിട്ടുണ്ട്. ആ സർവേയിൽ അവർ കണ്ടെത്തിയിരിക്കുന്ന ഒരു കാര്യം മോദി സർക്കാരിന് ജനപ്രിയത കുറഞ്ഞിരിക്കുന്നു എന്നുള്ളതാണ്. അപ്പോൾ അതുകൊണ്ട് ആ ജനപ്രിയത വർദ്ധിപ്പിക്കുക എന്നുള്ളത് മോദി സർക്കാരിനോടുള്ള RSSന്റെ നിർദ്ദേശമാണ്. അതിൻ്റെ അടിസ്ഥാനത്തിലാണ് ഇപ്പോൾ ഈ തുടക്കത്തിൽ തന്നെ ഇത്ര പ്രധാനപ്പെട്ട ഒരു പ്രഖ്യാപനം ഈ മധ്യവർഗത്തെ കൂട്ടത്തിൽ നിർത്താൻ കഴിയുന്ന പ്രഖ്യാപനം നടത്തിയിരിക്കുന്നത് എന്നുള്ളതാണ്. മാത്രമല്ല ഈ വികസിത ഭാരതത്തിലേക്ക് പോവുകയാണ്. 2047 ആവുമ്പോഴേക്കുള്ള വികസിത ഭാരതത്തിലേക്ക് എത്രമെങ്കിൽ ഈ 5 വർഷം അതിനുള്ള ഒരു സാഹചര്യം ഇവിടെ ഒരുക്കണമല്ലോ. അതെ, അല്ല ഇപ്പം നമുക്ക് നോക്കാമല്ലോ. ഇപ്പോൾ 2014 ആദ്യമായിട്ട് നരേന്ദ്രമോദി അധികാരത്തിൽ വരുമ്പോൾ അന്ന് 2.5 ലക്ഷം രൂപയാക്കി വർദ്ധിപ്പിച്ചിരുന്നു അല്ലേ. ടാക്സിൻ്റെ സ്ലാബ്, അതായത് നോ ടാക്സ് എന്ന് പറയുന്ന സ്ഥലം 2.5 ലക്ഷമാക്കി വർദ്ധിപ്പിച്ചു. പിന്നെ 2019 വരുമ്പോൾ അത് 5 ലക്ഷമാക്കി ഉയർത്തിയിട്ടുണ്ട്. അപ്പം 5 വർഷം കൊണ്ട് 5 ലക്ഷത്തിലേക്ക് ടാക്സ് സ്ലാബിൻ്റെ ഈ നിൽ ടാക്സ് സ്ലാബ് ഉയർത്തുന്നു. പിന്നെ 2023 അത് 7 ലക്ഷമാക്കി ഉയർത്തുന്നു. ഇപ്രാവശ്യം നമ്മൾ പ്രതീക്ഷിക്കുന്ന എത്രയായിരുന്നു? ഒരു 10 ലക്ഷത്തിലേക്ക് വേണമെങ്കിൽ കൊണ്ടുവരാം എന്നുള്ളതായിരുന്നു. പക്ഷേ അത് വലിയൊരു 2025 അത് 12 ലക്ഷമാക്കി ഉയർത്തുന്നു. ഇവിടുത്തെ ഒരു പ്രശ്നം എന്താണെന്ന് വെച്ചാൽ നമ്മളിപ്പോൾ ഈ ബജറ്റ് പരിശോധിക്കുമ്പോൾ ഇന്നിപ്പോൾ നമ്മൾ തന്നെ ചർച്ചയ്ക്ക് എടുക്കുമ്പോൾ ആദ്യം തന്നെ നമ്മൾ ചർച്ച ചെയ്യുന്നത് ഈ ഇൻകം ടാക്സിൽ വന്നിട്ടുള്ള മാറ്റമാണല്ലോ. നിശ്ചയമായും അത് വളരെ പെട്ടെന്ന് ചർച്ച ചെയ്യപ്പെടും. അതൊരു വളരെ ജനപ്രിയമായിട്ടുള്ള നീക്കം തന്നെയാണ്. പക്ഷേ അത് എത്ര പേർക്ക് ഗുണം ചെയ്യുന്നു നമ്മുടെ പോപ്പുലേഷനിൽ? അത് വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമല്ലേ. ഇപ്പോൾ 130 കോടി ജനങ്ങളുള്ള ഈ രാജ്യത്ത് സാലറീഡ് ക്ലാസ് എന്ന് പറയുന്നത് എത്ര പേരുണ്ട്? അത് പരമാവധി 7.5 കോടിയാണ്. ഗവൺമെൻറ് ജീവനക്കാരും അത് കഴിഞ്ഞാൽ പിന്നെ നമ്മളെപ്പോലെ സ്വകാര്യ സ്ഥാപനങ്ങളിലൊക്കെ ജോലി ചെയ്യുന്നവരും അടക്കം വേണമെങ്കിൽ ഒരു 10 കോടി ആളുകളാണ് ഈ പറയുന്ന സാലറീഡ് ക്ലാസ് എന്ന് പറയുന്നത്. ഇപ്പോൾ TDS ആണല്ലോ ഉള്ളത്. ഇപ്പോൾ നമ്മൾ ശമ്പളം വാങ്ങിക്കുമ്പം ആദ്യം തന്നെ ശമ്പളത്തിൽ നീ നികുതി കട്ട് ചെയ്തിട്ടാണ് നമുക്ക് തരുന്നത് അല്ലേ. TDS ആണ് അതിനെ നമ്മൾ വിളിക്കുക TDS എന്നാണ്. അപ്പോൾ ഈ പറയുന്ന 10 കോടി ആളുകൾക്ക് ബെനിഫിറ്റ് ചെയ്യുന്ന ഒരു പ്രഖ്യാപനമാണ് യഥാർത്ഥത്തിൽ ഇപ്പോൾ ഈ നിർമ്മലാ സീതാരാമൻ നടത്തിയിരിക്കുന്നത്. അത് രാജ്യം 130 കോടി ജനങ്ങളുള്ള ഒരു രാജ്യത്ത് ഈ 10 കോടി ജനങ്ങൾക്ക് കിട്ടുന്ന ടാക്സ് ബെനിഫിറ്റിനെ കുറിച്ചാണ് ഒരു ബജറ്റ് ചർച്ച ചെയ്യുന്നത് എന്നുള്ളത് വളരെ പ്രധാനമായി നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യമാണ്. അതൊരു മോശപ്പെട്ട കാര്യമായിട്ടല്ല ഞാൻ പറയുന്നത്. ആ സാലറീഡ് ക്ലാസിൻ്റെ ആകാംക്ഷ വളരെ പ്രധാനമാണ്. ഇപ്പം ഒരു വർഷം 12 ലക്ഷം രൂപ വാങ്ങിക്കുന്നയാൾ നേരത്തെ എത്ര പെർസെൻറ്റേജാണ് കൊടുക്കേണ്ടിയിരുന്നത്? എനിക്ക് തോന്നുന്നത് കഴിഞ്ഞ വർഷമൊക്കെ അവർക്ക് വലിയ പൈസയാണ് കൊടുക്കേണ്ടി വന്നത്. ഞാൻ മനസ്സിലാക്കുന്നത് 15% കൊടുക്കേണ്ടി വന്നിരുന്നു. 15% 12 ലക്ഷം രൂപ വരെ ശമ്പളം വാങ്ങിക്കുന്ന ആളുകൾ കൊടുക്കേണ്ടിയിരുന്നത്. ഇപ്രാവശ്യം അത്രയും പൈസ ശമ്പളം വാങ്ങിക്കുക, അതായത് ഒരു മാസം 1 ലക്ഷം രൂപ ശമ്പളം വാങ്ങിക്കുന്ന ആൾ ഒരു പൈസ പോലും ടാക്സ് കൊടുക്കണ്ട. അത് വളരെ പ്രധാനപ്പെട്ട കാര്യമാണ്. പക്ഷേ ഈ പറയുന്ന അതിൻ്റെ ബെനിഫിഷ്യറീസ് എന്ന് പറയുന്നത് ഈ നമ്മുടെ മൊത്തം പോപ്പുലേഷൻ്റെ 10 കോടി ജനങ്ങൾക്ക് മാത്രമാണ്. സ്റ്റിൽ ഞാൻ അത് അപ്ഹോൾഡ് ചെയ്യുന്നു കേട്ടോ. അതൊരു നല്ല കാര്യം തന്നെയാണ്.